ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. PSCയുടെ സൈറ്റിൽ ആ നോട്ടിഫിക്കേഷൻ ഓണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും എന്ന് പറയുമ്പോൾ ആർക്കാ? ഫിസിക്സും കെമിസ്ട്രിയും ഡിഗ്രി പഠിച്ച എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എൻട്രി ഫിംഗർ പ്രിൻറ്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോഴ്സ് ആരംഭിക്കാൻ പോകണം. ഒരുപാട് പേര് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി നടത്തുന്നുണ്ട് എൻട്രിയിൽ വിളിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ പൊതുവിലുള്ള സംശയങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടി ഈ വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ആദ്യം ഏതൊരു എക്സാമിന് മുമ്പും ഇതെന്താണ് ഈ സംഭവം എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഇതിലേക്ക് എങ്ങനെയാണ് എക്സാം നടത്തുന്നത്, ഈ ജോലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിലുള്ള ജോലിയാണെങ്കിലല്ലേ നമുക്ക് സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ജോലിയാണോ എന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്ന ജോലി ഏറ്റവും നല്ല ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. കേരള പോലീസിൻ്റെ തന്നെ വകുപ്പിൽ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുള്ള അത്യാവശ്യം നല്ല രീതിയിൽ സാലറി സ്കെയിലൊക്കെ ഉള്ള ഒരു പോസ്റ്റായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറുടെ ജോലി എന്താ? നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലുമൊക്കെ കൊലപാതകങ്ങളോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളും കളവൊക്കെ നടന്നു കഴിയുമ്പോൾ അവിടെ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, അവർ തന്നെയാണ്. ഏറ്റവും നല്ലൊരു വിങ്ങാണ് പോലീസിനെ സംബന്ധിച്ച്. ഒരുപാട് കേസുകൾ തെളിയിക്കാനായിട്ട് ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ പോലീസുകാരുടെ എല്ലാ പ്രിവിലേജും ഇവർക്കും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു ബ്യൂറോ വന്നതെന്നും ഈ ഒരു സംഭവം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കേരളത്തിലെന്നും അതിൽ എന്തെല്ലാം ജോലി സാധ്യതകളാണ് ഉള്ളതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ ആദ്യം ഏതൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? സിലബസിനെ കുറിച്ചൊക്കെ പറയാം കേട്ടോ, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ എന്തായാലും എങ്ങനെയാണ് ഈ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്ന ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് സേനയുടെ വിവിധ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന കേരള പോലീസിൻ്റെ ഒരു പ്രധാന ശാസ്ത്ര അന്വേഷണ വിഭാഗമാണ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്ര അന്വേഷണ വിഭാഗമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. ശാസ്ത്ര അന്വേഷണ വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്രം പഠിച്ചവർക്കല്ലേ അതിൽ അവസരം കിട്ടുക? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് എഴുതാൻ പറ്റുന്നത്, ഇതിൻ്റെ ആ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. കേരള പോലീസിന് പുറമെ കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ സേവനം കേന്ദ്ര പോലീസ് സംഘടനകളായുള്ള CBI, NIA മുതലായവയും മറ്റ് സംസ്ഥാന പോലീസ് സേനകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഹെൽപ്പ് ചെയ്യേണ്ട വലിയൊരു വിങ്ങാണിത്. കാരണം നമുക്കറിയാം ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും യുണീക്ക് ആയിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ല നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് അടയാളപ്പെടുത്തൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ മാച്ച് ചെയ്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് ഞാൻ തന്നെയാണോ ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന് ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗപ്പെടുത്താറുണ്ട്. CBI യും NIA യും പോലും അവരുടെ സഹായത്തെ തേടാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ CBI NIA യുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ പ്രവർത്തനം ശാസ്ത്രീയ അന്വേഷണ വിഭാഗങ്ങളിൽ സവിശേഷമാണ്. കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും കുറ്റവിചാരണ വിശദാംശങ്ങൾ വിരലടയാളത്തിനൊപ്പം കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ടുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവരുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവർ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട് മറ്റൊരു കേസൊക്കെ വരുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സാധനമല്ല കേട്ടോ. കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയുടെ മുൻഗാമി എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആണ്. അതായത് പഴയ സംസ്ഥാനമായ തിരുവിതാംകൂറിലെ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ 1900 കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള സാധനമാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പൈതൃകമുള്ള അത്രയും പഴക്കം ചെന്ന ഒരു വിഭാഗമാണ്. അത്രയും കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് സയൻസിന് വലിയ പ്രാധാന്യം അന്നത്തെ രാജഭരണത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ കൊച്ചിയുടെ, അതായത് തിരുവിതാംകൂറിൻ്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള കൊച്ചിയുടെ ഫിംഗർ റെക്കോർഡുകൾ 1905 സെപ്റ്റംബറിൽ ആരംഭിച്ചു. തിരുവിതാംകൂർ ബ്യൂറോയുമായി സംയോജിപ്പിച്ച് 1950 മുതൽ തിരുവിതാംകൂർ കൊച്ചി ബ്യൂറോ എന്നറിയപ്പെട്ടു. അപ്പോൾ നോക്കിയേ, തിരുവിതാംകൂറിന് ശേഷം കൊച്ചിയിൽ ഇതിൻ്റെ വിങ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം തന്നെ ഇതും ചേരുന്നുണ്ട്. 1950 കാലഘട്ടത്തിൽ 56 കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഈ രീതിയിലേക്കാണ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യഘട്ടങ്ങളിൽ രാജഭരണ കാലത്തേത് ഉണ്ടായിരുന്നു. പിന്നീട് കേരളം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾക്ക് ജോലി സാധ്യത വന്നിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങൾ ഈ എക്സാം എഴുതാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ സംഘടനാ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ എക്സാം എഴുതി ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. എവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരിക? തീർച്ചയായിട്ടും ഇവിടെ പോലീസ് വകുപ്പിൻ്റെ കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ
ഒരു ഡയറക്ടറുടെ നേതൃത്വത്തിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ മെയിൻ ഹെഡ് ആയിട്ടുള്ള സ്ഥാപനം ഉണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരം സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയും അതോടൊപ്പം തന്നെ ജില്ലാ നഗരസ തലങ്ങളിൽ 19 ജില്ലാ സിറ്റി ഫിംഗർ പ്രിന്റ് ബ്യൂറോകളും ഉണ്ട്. സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോസ് എന്നറിയപ്പെടുന്നവയുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക എന്ന് മനസ്സിലാക്കുക. വ്യത്യസ്ത ഈ വിഭാഗങ്ങളുടെയൊക്കെ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ. ഫിംഗർ പ്രിന്റ് ബ്യൂറോയ്ക്ക് പ്രധാനമായും 2 വിഭാഗങ്ങളുണ്ട്. സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോ, അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ ക്ലാസിഫിക്കേഷൻ. ഓരോ പോലീസ് ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട് ഫിംഗർ പ്രിന്റിൻ്റെ സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോകളും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതേപോലെ ഓരോ ജില്ലകളിലും ഉണ്ട്. ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ജോലിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക എന്ന് മനസ്സിലാക്കാം. ഇനി സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഉടനീളം ശിക്ഷിക്കപ്പെട്ടവരുടെ ഫിംഗർ പ്രിന്റ് സ്ലിപ്പുകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുക. അപ്പോൾ കേരളത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളവരുടെയൊക്കെ ഫിംഗർ പ്രിന്റിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ അവിടെയാണ്, അവരുടെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളതെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ ഉടനീളമുള്ള അറസ്റ്റിലായ വ്യക്തികളുടെ മുൻ ശിക്ഷാ വിവരങ്ങൾ പരിശോധിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. OV തിരയൽ ഉപയോഗിച്ച് ഒരു മുൻ കുറ്റവാളിയുടെ നിലവിലെ സ്ഥലം കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. അജ്ഞാത മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബന്ധപ്പെട്ട SHOമാരുടെ അഭ്യർത്ഥന പ്രകാരം കുറ്റകൃത്യ പരിശോധനയുടെ രംഗം കൂടാതെ തെളിവുകൾ, പ്രിന്റുകളൊക്കെ ശേഖരിക്കുക. അതായത് ഒരു ക്രൈം സീൻ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇത് കളക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ ജില്ലാ കേന്ദ്രങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. പ്രിന്റുകൾ കുറ്റവാളികളുടേതാണ് എന്ന് തിരിച്ചറിയുക, കോടതിയുടെ മുമ്പാകെ വിദഗ്ധ അഭിപ്രായങ്ങൾ നൽകുക, ബന്ധപ്പെട്ട ജില്ലകളിലെ കുറ്റവാളികളുടെ രേഖകൾ സൂക്ഷിക്കുക തുടങ്ങിയതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന പോലീസ് ഫോഴ്സിനെയും എൻ്റെ അന്വേഷണ ഏജൻസികളെയും സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ജോലിയാണ്. ആ ജോലിയിൽ ഡിഗ്രി BSc ഫിസിക്സ്, BSc കെമിസ്ട്രി പഠിച്ച ആളുകൾക്കാണ് അവസരമുള്ളത്. ഈ അവസരം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഒരു സിലബസ് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇത് എഴുതാൻ പറ്റുക, ഇതിൽ തന്നെ നമുക്കറിയാം കണ്ണിൻ്റെ പവറിൻ്റെ കാര്യത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്താണെന്നും അതിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക എന്നും വ്യക്തമാകുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.